മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മനുഷ്യൻ്റെ പതനത്തെക്കുറിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുതേ, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ഈ വാക്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ ഇന്നും നമ്മളുടെ ഇടയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന പല വ്യക്തികളും ദുഷ്പ്രേരണകൾ നൽകിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ ഒരവസ്ഥയിലൂടെ നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ദൈവപുത്രനായ യേശുവിൻ്റെ 2-ാം വരവ് എത്തുമ്പോൾ അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ പ്രവർത്തിക്കുകയാണ്. അത് തിരിച്ചറിയാനുള്ള കൃപയ്ക്കായിട്ട് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കാം. ബ്രദർ തോമസ് ജോർജ് പാണശ്ശേരി.